വോട്ടിംഗ് യന്ത്രത്തിലെ പേര് മാറ്റാൻ വരണാധികാരി വിസമ്മതിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. നാളെ അവർ വീണ്ടും ഹർജി കൊടുക്കുമെന്ന് അറിയുന്നു. അഞ്ജലി PV എന്ന പേര് മാറ്റി അഞ്ജലി നായർ എന്നാക്കണമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ആവശ്യം. എന്നാൽ ഈ പോസ്റ്റൽ വോട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരം പേരുമാറ്റം അനുവദനീയമല്ല. ഇലക്ഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ബിപിൻ, അഞ്ജലി നായർക്ക് നിരാശ വന്നോ? ഗുഡ് മോർണിംഗ്. അതെ, ഗുഡ് മോർണിംഗ് SKN. അഞ്ജലി നായർ എന്നുള്ളത് ആ പേര് തന്നെ വേണം വോട്ടിംഗ് യന്ത്രത്തിലും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആവശ്യം. ഇത് വെച്ചുകൊണ്ടായിരുന്നു അവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം താൻ ഇത് സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് തന്നെ അഞ്ജലി PV എന്നുള്ള പേര് മാറ്റി അഞ്ജലി നായർ എന്നാക്കണം, അതാണ് വോട്ടർമാർക്ക് സുപരിചിതം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ പ്രത്യേക അപേക്ഷ സമർപ്പിച്ചതാണ്. പക്ഷെ പിന്നെയും എന്തുകൊണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ഇങ്ങനെ ഒരു അഞ്ജലി PV എന്നുള്ളത് തന്നെ വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പറഞ്ഞത്. പക്ഷേ അക്കാര്യങ്ങൾ പരിശോധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് പരിശോധിച്ച ഒരു സമയത്ത് വോട്ടിംഗ് പ്രക്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മുൻപോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഒരു പേരുമാറ്റം പെട്ടെന്ന് സാധ്യമല്ല. അതുകൊണ്ട് അഞ്ജലി PV എന്നുള്ളത് തന്നെ ആയിരിക്കും ഈ വോട്ടിംഗ് മെഷീനിൽ എന്നുള്ളതാണ് വരണാധികാരി അറിയിച്ചത്. അഞ്ജലി നായർ എന്നുള്ള പേരുമാറ്റത്തിന് അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. നാളെ വീണ്ടും ഹർജി നൽകുകയാണ്. കാരണം അഞ്ജലി നായർ എന്നാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് തനിക്ക് ലഭിക്കുന്ന വോട്ടുകളെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം അത് പ്രകാരമാണ് പോസ്റ്റർ ഒട്ടിക്കുന്നതും പ്രചാരണം മുന്നോട്ട് പോകുന്നതും വോട്ടർമാരിലെ ഇടയിലേക്ക് താൻ അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പെട്ടെന്നുള്ള പേരുമാറ്റം അത് ബാധിക്കും എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോയൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ പേര് മാറ്റുന്നത് സാധ്യമല്ല എന്നുള്ളതും പറയുന്നു. NDA ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അവരുടെ A ക്ലാസ് മണ്ഡലമായി കരുതുന്നു. ആ സീറ്റ് 2020 BJP നൽകുകയായിരുന്നു. അങ്ങനെ 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് അഞ്ജലി നായർ വരുന്നത്. അപ്പോൾ ഇനി അവസാന ഘട്ടത്തിൽ അത് വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ പേര് വിവാദം വലിയ പ്രതിസന്ധി അഞ്ജലി നായരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാളെ അപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.